പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കളിക്കാൻ പോവാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. ഈ ഗെയിമിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരിലെ സ്വന്തമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. ആ സൂപ്പർ മാർക്കറ്റ് നന്നായിട്ട് മാനേജ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഗെയിം അങ്ങനെ ലോഡായിക്കാണ്. ഇത് പിന്നെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ പ്രോലോഗാണ് കേട്ടോ. പ്രോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡെമോ വെർഷനില്ലേ, അതേപോലെ തന്നെ കുറച്ച് നേരം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ കളിക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇത് ഭയങ്കര ചെറുതാണല്ലോ. ഇത്ര ഉള്ളോ? ഇതിന് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലെ റേഷൻ കടയ്ക്കാണെങ്കിൽ ഇതിനും വലിപ്പമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പിന്നീട് ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ പിന്നെ നമുക്ക് ചെറുതന്നെ കിട്ടുള്ളൂ. നമുക്ക് പിന്നീട് അത് വലുതാക്കണം. ഓക്കെ, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ഇവിടെ ഇപ്പം എന്തൊരു ചെയ്യേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഗുഡ്സൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും. നമുക്ക് ചെറിയ വിലയ്ക്ക് പർച്ചേസ് ചെയ്യാം, എന്നിട്ട് നല്ല വിലയ്ക്ക് വിൽക്കാം. അങ്ങനെ വേണം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. ഇവിടെ ഇപ്പം എന്തൊരു പർച്ചേസ് ചെയ്യുക? നമുക്ക് മുട്ട പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തേക്കാണ്. എൻ്റെ കയ്യിൽ പിന്നെ $100 ഉണ്ടായിരുന്നു. പർച്ചേസ് ചെയ്തപ്പോൾ $45. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇതിനും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാം. നമ്മുടെ ഐറ്റംസ് ഇത് വന്നു കേട്ടാ. ഓർഡർ ചെയ്ത് അപ്പം തന്നെ വന്നു. ഇത് ഏതാണോ കൊറിയർ സർവീസ്? നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. അപ്പോൾ തന്നെ സാധനങ്ങൾ കിട്ടും. എന്തെങ്കിലും ആവട്ടെ, ഇതൊരു ഗെയിമല്ലേ, പലതും സംഭവിക്കും. ഇവിടെ പിന്നെ ഞാൻ കുറച്ച് പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഈ ഷെൽഫിൽ എടുത്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ ബോക്സായിട്ടാണ് ഓർഡർ ചെയ്യുക. ആ ബോക്സ് ഞാൻ വെജിറ്റബിൾ ഇട്ടു. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്രെഡും ഇരിക്കുന്നുണ്ട്. ഈ ബ്രെഡും നമുക്ക് ഷെൽഫിൽ വയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ ബ്രെഡും കൂടിയും ഷെൽഫിൽ വെച്ചേക്കാണ്. ഇനി ലാസ്റ്റത്തെ ഐറ്റം മുട്ട. ഈ മുട്ടയും കൂടി നമുക്ക് ഷെൽഫിൽ വയ്ക്കാം. ഞാൻ ഈ 3 ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. ഈ 3 ഐറ്റംസ് ആൾക്കാർ മേടിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ബ്രെഡും പാസ്റ്റയും മുട്ടയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ മേടിക്കും. നമുക്കിനി ഇതിന് റേറ്റൊക്കെ ഫിക്സ് ചെയ്യണം കേട്ടോ. അധികം കൂടാനും പാടില്ല കേട്ടോ. റേറ്റ് അധികം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓക്കെ, ഇവിടെ ഞാൻ റേറ്റൊക്കെ ഫിക്സ് ചെയ്തേക്കാണ്. നമുക്കിനി സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കാം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ അകത്തേക്ക് വരും, എന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കസ്റ്റമർ വന്നു കേട്ടാ. ഇയാളൊന്നിട്ട് പറയണേ ടു എക്സ്പെൻസീവാ. നമ്മൾ റേറ്റ് വല്ലാണ്ടങ്ങ് കൂട്ടിയെന്ന് തോന്നണേ. ഓക്കെ, ഇവിടെ വേറെ കസ്റ്റമറും വന്നു. ഇയാളും അത് തന്നെ പറയണേ, ടു എക്സ്പെൻസീവ് എന്ന്. ഒരു മിനിറ്റ്, നമുക്ക് ഈ റേറ്റ് ഒന്ന് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഞാൻ റേറ്റൊക്കെ കുറച്ചൊക്കെ വന്നിട്ടാ. നേരത്തെ പിന്നെ എന്താടാവോ വല്ലാണ്ടങ്ങ് കൂട്ടി, അതുകൊണ്ട് ആൾക്കാർ മേടിക്കണില്ലേ. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു കസ്റ്റമർ വന്നു. വീണ്ടും എക്സ്പെൻസീവാ. ഇതിനും കുറയ്ക്കാൻ പറ്റില്ല. ഇതെന്തത്? ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് വല്ലതും കൊടുക്കേണ്ടി വരുമോ? ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചേച്ചി വന്നു. ഈ ചേച്ചി പർച്ചേസ് ചെയ്തോലോ. അപ്പോഴും പറയണത് മുട്ട ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ ചേച്ചി ഇപ്പോൾ ഏതായാലും ഈ പാസ്തയില്ലേ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ബില്ലടിക്കാം. ഓക്കെ, ഒരെണ്ണം ബില്ലടിച്ചു, രണ്ടാമത്തെ ബില്ലടിച്ചു. എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പിന്നെ UPI ഒന്നും ഇല്ല കേട്ടാ. ഗൂഗിൾ പേ, ഫോൺ പേ അതൊന്നും ഇല്ല, ഫുള്ള് ക്യാഷാണ്. ഈ ചേച്ചി നമുക്ക് $10 തന്നു. 2 പാസ്ത $9 നമുക്കിപ്പോൾ ബാക്കി $1 ചേഞ്ച് കൊടുക്കാം. ഓക്കെ, ആ ചേച്ചി അങ്ങനെ പോയേക്കാണ്. ഫസ്റ്റ് കസ്റ്റമർ അങ്ങനെ വന്നിട്ട് പോയി. ഓക്കെ, ഈ ചേച്ചി വീണ്ടും എക്സ്പെൻസീവ് എന്ന് പറയണേ. ഇവന്മാരുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല, എന്നിട്ട് എക്സ്പെൻസീവ് എന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, റേറ്റ് ഇച്ചിരി അങ്ങ് കുറയ്ക്കാം. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും റേറ്റ് കുറച്ചു. ഇനി ഇതിനും കുറയ്ക്കാൻ പറ്റില്ല കേട്ടാ. അതിന് നല്ലത് ഫ്രീ ആയിട്ട് കൊടുക്കണത്. ഓക്കെ, ഈ ചേട്ടൻ മേടിച്ചുട്ടാ. 2 സെറ്റ് മുട്ട മേടിച്ചേ. നമുക്കിനി ഇത് ബില്ലടിക്കാം. ഓക്കെ, ഒരെണ്ണം ബില്ലടിച്ചു, രണ്ടാമതും ബില്ലടിച്ചു. ഈ ചേട്ടൻ ക്യാഷ് തന്നു. 2 സെറ്റ് മുട്ടയ്ക്ക് $6 ആയേ. ഈ ചേട്ടൻ പക്ഷേ $100 തന്നു. ഹലോ ചേട്ടാ, ചില്ലറായിട്ട് തരാൻ പറ്റുമോ? നമുക്കിനി $94 ബാലൻസ് കൊടുക്കണം.
ശരി കൊടുക്കാം. നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഈ ചേട്ടന് ഞാൻ അങ്ങനെ ബാലൻസ് കൊടുത്തേക്കാണ്. ഈ ചേട്ടൻ ഒരു സെറ്റ് മുട്ടയും പിന്നെ ഒരു പാസ്തയും മേടിച്ചേ. ക്യാഷ് കിട്ടിയേക്കാണ്. ഈ ചേട്ടൻ പിന്നെ കറക്റ്റ് ക്യാഷ് തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല, ബാലൻസ് കൊടുക്കേണ്ടി വന്നില്ല. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ മറ്റേ സംഭവം കൊണ്ടുവരണം കേട്ടാ, ഈ ഗൂഗിൾ പേ കൊണ്ടുവരണം, അല്ലെങ്കിൽ ചില്ലറ കൊടുത്ത് മുടിയും. ഓക്കെ, ഈ ചേച്ചിയും ക്യാഷ് തന്നേക്കാണ്. ഈ ചേച്ചിയും പക്ഷേ കറക്റ്റ് ക്യാഷാണ് തന്നേക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും ആവട്ടെ, ഇപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടാ. ഇവിടെ പറയണത് സ്റ്റോറേജ് അവൈലബിൾ ഇൻ ഫുൾ വെർഷൻ എന്നാ. ഓ, അത് പൈസ കൊടുത്ത് മേടിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ പൈസ കൊടുത്തിട്ടില്ലല്ലോ. ഓ, അതിൻ്റെ അർത്ഥം പൈസ കൊടുത്താൽ മാത്രമേ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അത് ശരി. ഇവിടെ ഈ ചേട്ടനും ബ്രെഡൊക്കെ മേടിച്ചേക്കാണ്. ഒരു ബ്രെഡ് മാത്രമേ മേടിച്ചോളൂ. ഓക്കെ, അത് ബില്ലടിക്കാം. ക്യാഷ് തന്നു. ബാക്കി $1 ചേഞ്ച് കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സൂപ്പർ മാർക്കറ്റിൽ ഇനി കുറച്ചുകൂടി പ്രോഡക്ട്സ് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഇത് പിന്നെ നമ്മൾ 3 പ്രോഡക്ട്സ് മാത്രമേ വിൽക്കണുള്ളൂ, എന്നിട്ടും അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു ചേച്ചി വന്നു. ഈ ചേച്ചിയും പാസ്ത മേടിക്കുന്നുണ്ട്. പാസ്തയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടാ. നമുക്ക് ഇഷ്ടം പോലെ പാസ്ത വെക്കേണ്ടി വരും. ഓക്കെ, ഈ ചേച്ചി ക്യാഷ് തന്നേക്കാണ്. കറക്റ്റ് പൈസ തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഓൾമോസ്റ്റ് കാലിയായിക്കുക. നമുക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാം. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സാധനം ഇവിടെ എത്തി. ഇനി ഇത് ഷെൽഫിൽ കയറ്റാം. ഞാനിവിടെ പാസ്ത ഓർഡർ ചെയ്തു കേട്ടാ. പാസ്ത പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കുന്നുണ്ട്. ഓക്കെ, ഈ പെട്ടി വെജിറ്റബിൾ ഇടാം. ഇവിടെ പിന്നെ ചോക്ലേറ്റിൻ്റെ എന്തോ സംഭവം മേടിച്ചു കേട്ടാ. മറ്റേ ചോക്കോസ് ഇല്ലേ, ചോക്കോസാണ് തോന്നുന്നുണ്ട്. ആ സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ആൾക്കാർ മേടിക്കുമെന്ന് എനിക്കറിയില്ല, മേടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കിനി ഈ പെട്ടി കൂടി വെജിറ്റബിൾ ഇടാം. ഈ സൂപ്പർ മാർക്കറ്റിൽ ലൈറ്റ് ഇല്ലേ? ഓക്കെ, അവിടെ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യാം. ഓക്കെ, അവിടെ രാത്രിയും കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. പക്ഷെ എൻ്റെ പൊന്നടാവേ, ഈ ചേച്ചി $2 മാത്രമേ ഐറ്റംസ് പർച്ചേസ് ചെയ്തോളൂ, എന്നിട്ട് $100 എനിക്ക് തന്നെ. ഇനി ബാക്കി $98 ചേഞ്ച് കൊടുക്കണം. അതന്നെ ഞാൻ പറഞ്ഞേ, ഈ കടയിൽ ഗൂഗിൾ പേ കൊണ്ടുവരണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതിൽ പിന്നെ അങ്ങനത്തെ സംഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ. കാരണം ഇത് ഇന്ത്യയല്ല, വേറെ ഏതൊരു രാജ്യമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ചേഞ്ച് കൊടുത്തേക്കാണ്. ഓക്കെ, അവിടെ ചേട്ടൻ ഇഷ്ടം പോലെ ബ്രെഡ് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. മിക്കവാറും ബ്രെഡ് ഓംലെറ്റ് അടിക്കാനാവും. ഓക്കെ, ഇതും ബില്ലടിച്ചേക്കാണ്. ഈ ചേട്ടൻ നമുക്ക് $10 തന്നു. $9 ടോട്ടല്. $1 ബാലൻസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് അടയ്ക്കാറായി തോന്നുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ല. നമുക്കപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇന്ന് പിന്നെ വലിയ കാര്യമായിട്ട് പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ല കേട്ടാ. വേറെ ഒന്നല്ല, ഇരുട്ടവണേക്കാളും മുമ്പ് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കാശ് ചിലവായി. എന്നാലും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.